മാരിവില്ലിന്റെ കൂടെ നിൽക്കണം മാമഴ കിളിയെ കിളിവാതിലെന്തിന് ചാരി വിട്ടത് കഥയി തെയ്തകത്തോ കളിത്താമരയുടെ ചേലരും ഒരു പെണ്ണിനെ കണ്ടേ കുടിമേളം അങ്ങനെ നെഞ്ചിലിങ്ങനെ കഥയി തെയ്തകത്തോ തുള്ളുമയിലേ പുള്ളിക്കുയിലേ കുറുമ്പി കൊഞ്ചണ പുഞ്ചിരി നെഞ്ചില് താ വള്ളക്കിലുക്കണ കുഞ്ഞോളെ ചിരി പൊഴിക്കണ മുത്തോളെ വഴിയരികില് പൂത്തു നിൽക്കണം പിന്നാരെ തനിച്ചിരിക്കണ നേരം. മഴയത്ത ചളിയില് എന്ത് രസമായിട്ടാ ഡാൻസ് കളിക്കുന്നത്. ദേ എനിക്കൊപ്പമുള്ള ആളാണത്. എന്താ പേര്? ഇവാൻഷിക ബ്രിട്ടീഷ്. ആളുകളൊക്കെ ഈ മഴയത്തുള്ള ഡാൻസ് ഒക്കെ കണ്ട് അന്തം വിട്ടിരിക്കുക. എന്താ എനർജി, എന്താ കളിക്കാനുള്ളൊരു കാരണോ? അത് എനിക്ക് മഴയത്ത് കളിക്കാൻ ഭയങ്കര ഇഷ്ടാ. അച്ഛൻ്റെ കൂടെ ഞാൻ കൊറേ കാലായി പണിച്ചിരിക്കണേ. പിന്നെ കുറച്ച് കഴിയുമ്പോ പനി പോയി. പനി മാറിയപ്പാണോ ഈ മഴയത്തേക്ക് ഇറങ്ങി? ആ പനി മാറുമ്പാണ് മഴയത്ത് കയറിയത്. അപ്പൊ ഒന്നുമില്ലായിരുന്നു, അപ്പൊ പനി ഇല്ലായിരുന്നു. ഏത് ഡാൻസ് ആയിരുന്നു? ഞാന് വളിക്കിനിക്കണ കുഞ്ഞോളെ കളിച്ചത്. മഴയത്ത് കൊറേ ഡാൻസ് ഉണ്ടായിരുന്നു, അതൊന്നും അച്ഛൻ ചെയ്തില്ല. വളിക്കിനിക്കണ കണ്ടിട്ട് അത് ഇഷ്ടമായിട്ട് അത് ചെയ്തു ദീമാന്റെ കൂടെ. എന്നിട്ട് ആ ഫോണില് പാട്ട് വെച്ചിട്ട് ഞങ്ങള് മഴയത്ത് ചാടി കളിച്ച്. പക്ഷെ അച്ഛനാണ് ഇപ്പൊ നല്ലോണം കളിക്കണേ. അടുത്തത് ഞാൻ നല്ലോണം കളിക്കുന്നുണ്ടായിരുന്നു. ആ മഴയത്ത് ഇങ്ങനെ ചാടി കളിക്കും എല്ലാം ഞാൻ ചെയ്തു. ഈ സ്റ്റെപ്പൊക്കെ ആരാ പഠിപ്പിച്ചത്? നമുക്ക് സ്റ്റെപ്പ് പഠിപ്പിച്ചൊന്നല്ല, ഞാൻ ഒറ്റക്ക് ചെയ്യുന്നതാ തന്നെ. അടിപൊളി സ്റ്റെപ്പാണല്ലോ. ലാസ്റ്റ് സ്റ്റെപ്പാട്ടോ എനിക്ക് ഇഷ്ടമായത്. എല്ലാ ദിവസവും അച്ഛൻ പഠിപ്പിച്ചിടാൻ മാത്രല്ല, അച്ഛന് വീഡിയോ എടുക്കലുണ്ട്, അമ്മ ഡയലോഗ് പറഞ്ഞിട്ടുണ്ട്, എല്ലാം ചെയ്യലുണ്ട്. ഏതാ ഇഷ്ടം? ഡാൻസ് കളിച്ചിട്ട് വീഡിയോ എടുക്കാനാണോ അതോ ഡയലോഗ് പറയാനാണോ? എന്താ ഇഷ്ടം? ഡയലോഗ് ഡാൻസ് എല്ലാം ഇഷ്ടാ. അപ്പൊ എനിക്കൊരു ഡയലോഗ് പറഞ്ഞുതരോ? എല്ലാം മുട്ടേ തീ മഴയത്ത് ഒളിച്ചു പോയോ, മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ, പിണക്കമാണോ എന്നോടിണക്കമാണോ, അടുത്ത് നിന്നാലും പെണ്ണെ അടുത്ത് നിൽക്കാതെ. അത്ര എനിക്കറിയില്ല, വായിക്കൊന്നുമില്ല, അത്രേ ഡയലോഗുള്ളൂ. കഷ്ടപ്പാട് വരും പോകും, സ്വത്ത് വരും പോകും, പിന്നെ ഒന്നും എനിക്കറിയില്ല. ഇതിപ്പോൾ കളിച്ചിട്ട് ഇങ്ങനെ ഇൻസ്റ്റഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഇട്ടല്ലോ വീഡിയോ. അപ്പൊ അത് എന്നിട്ട് ഭയങ്കര വൈറലായതൊക്കെ കണ്ടിരുന്നോ? ആളുകളൊക്കെ എന്താ പറയുന്നേ? അതൊക്കെ എനിക്കറിയില്ല. ഞാൻ എന്റെ ഫോണിലല്ല വന്നേ, അത് അച്ഛന്റെ ഫോണിലേക്ക് വന്നിട്ട് അമ്മേന്റെ ഫോണിലേക്ക് വന്നിട്ട് ആണ് അത് കമന്റ് ചെയ്തത്. കമന്റ് ഒക്കെ അച്ഛൻ വായിച്ചു തന്നോ? കമന്റ് അച്ഛൻ വായിച്ചെല്ലാം റെഡിക്കൊക്കെ. ഇതിന്റെ അകത്തുള്ള കമന്റ് ഒക്കെ എന്താന്ന് കണ്ടിരുന്നോ കുഞ്ഞ്? കളിച്ച ഡാൻസിനെ പറ്റിയും സ്റ്റെപ്പിനെ പറ്റിയൊക്കെ പറയുന്നത്. അതെന്റെ ഫോണിലല്ലോ ഉണ്ടായിരുന്നത്, അതുകൊണ്ട് നമ്മൾ കണ്ടില്ല അല്ലേ? ഏത് ഡാൻസ് പഠിക്കാൻ പോകുന്നുണ്ടോ? ശിവഗിരി പോവലുണ്ട്, ശിവഗിരി ഡാൻസ് ക്ലാസ്സില്. എപ്പോഴാ നമ്മൾ ഈ വീഡിയോ ഒക്കെ ചെയ്യാറ്? അതൊക്കെ സ്കൂളിട്ട് കഴിഞ്ഞിട്ട് ഉറങ്ങിച്ചൊക്കെയാണ് ഞാൻ വീഡിയോ ചെയ്യുന്നത്. ഉറങ്ങി എണീറ്റാലാണോ ഒരു എനർജി കിട്ടുക? അച്ഛൻ അങ്ങനെയാ പറയല്. എന്താ പറയല്? ഉറങ്ങി എണീച്ചാ നല്ല ഉഷാറുണ്ടാവും. അപ്പൊ ആ ഉഷാറാണ് നമ്മൾ ഇതില് മഴയിൽ കണ്ടത് അല്ലേ? എനിക്ക് നല്ല മഴ പെയ്ത എനിക്കൊന്ന് ഡാൻസ് കാണിച്ചു തരുമോ? തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം, തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം, അഴകായി ഒരുങ്ങി വന്നാൽ മിന്നാട്ടം, അസുരർ തലി പറക്കും കൊള്ളാട്ടം, ആണ്ടവൻ ഇറങ്ങി വന്നാൽ തീയാട്ടം, ആറും മതി മറക്കും വെള്ളാട്ടം, തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം, തിരുമല മുരുകനുക്ക് മാമല മുരുകനുക്ക് കൊണ്ടാടിയ കൊണ്ടാടിയ കൊണ്ടാട്ടം. ഞാൻ ശരിക്കും ഇങ്ങനെ വീഡിയോ റീച്ച് കിട്ടാൻ അങ്ങനെ വേണ്ടിയിട്ടൊന്നും തുടങ്ങിയല്ലേ.
ഒരു മെമ്മറീസ് പോലെ മോളെ ഇതിങ്ങനെ വീഡിയോ ഒക്കെ ചെയ്ത് പോയതാ. 4ാം ക്ലാസ്സിൽ നമ്മളെ ഗ്രൂപ്പ് ഫോട്ടോ ആയിരുന്നു എൻ്റെ ജീവിതത്തിലെ ഫസ്റ്റ് ഫോട്ടോ. അപ്പോൾ മോക്ക് അങ്ങനെ ഒരു സംഭവം ഉണ്ടാവരുത്, അവളെ A to Z ഫോട്ടോസും വീഡിയോസും ഇങ്ങനെ എടുത്തു വെക്കണം എന്നുള്ളൊരു ആഗ്രഹമായിരുന്നു. ഇവിടെ കോഡ്സ് ആണ് ആൾക്കാർക്ക് കൂടുതൽ ഇഷ്ടം. ഇവള് പറഞ്ഞ ചിലർക്ക് അത് നല്ല ഷെയർ പോകും. വെച്ചാൽ അതാണ് എല്ലാവർക്കും ഇഷ്ടം. അവളത് കുഞ്ഞ് ആ ഒരു ഇതിൽ അവളാ കോഡ്സ് പറയുമ്പോൾ ആൾക്കാരുടെ ഉള്ളിലേക്ക് ആ സംഭവം എത്തുന്നുണ്ട്. സാധാരണ നമ്മൾ കുട്ടികളൊക്കെ ചെറിയ മക്കളൊക്കെ മഴയത്ത് ഇറക്കാനും ചളി കളിക്കാനൊക്കെ മടിയായിരിക്കും പൊതുവേ എന്ന് പറയാറുണ്ട്. പക്ഷെ കുട്ടികളൊക്കെ കളിക്കുന്നുണ്ട്, അവർക്ക് ഇഷ്ടമായിരിക്കും. അപ്പൊ ഇത് എങ്ങനെ ചെയ്യാനുള്ള കാരണം എന്തായിരുന്നു? എൻ്റെ ചെറുപ്പത്തിൽ ഞാൻ കുറേ അടി വാങ്ങിയിട്ടുണ്ട്. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് മഴയത്ത് കളിക്കാനും ചളി കളിക്കാനൊക്കെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു നമ്മളെ മക്കളും ആ ഒരു സംഭവം എക്സ്പീരിയൻസ് ചെയ്ത് വളരണമെന്നില്ല, അങ്ങനത്തെ ഒരു മെൻറ്റാലിറ്റിയിൽ ഇങ്ങനെ ആ ഒരു ഇതിൽ മൈൻഡിൽ അങ്ങനെ ചെയ്ത് പോയ ഒരു സംഭവമാണ്. ഇവള് സിനിമയിലോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് കയറുന്നൊരു ആഗ്രഹമുണ്ട്. ഇവക്കും ഭയങ്കര ആഗ്രഹമുണ്ട് സിനിമ കാണുന്നു. ഞാനും വൈഫും ഫിലിം കുറച്ചൊരു അഡിക്ഷനിൽ ആളാണ്. അപ്പോൾ അഭിനയിക്കാൻ നല്ലൊരു ഇൻട്രസ്റ്റ് ഉണ്ട്. ആരെ കൂടെ അഭിനയിക്കാൻ ഇഷ്ടം? അപ്പം വിജയന്റെ കൂടെ വിജയന്റെ കൂടെ മുക്കുവിന്റെ കൂടി ലാലേട്ടന്റെ കൂടി അഭിനയിക്കണം. വൈശാഖ സന്ധി ചുന്തിരന്തേ അരുണ സഹിത നഗര കണ്ടിയോ ഓമനേ പരിണീ. ജയ്സൽ ബാബു പിലാശ്ശേരിക്കൊപ്പം ഷിത ജഗത്, മീഡിയ 1 കോഴിക്കോട്.